ഹലോ, നമുക്കിന്നൊരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് വട. സോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് അരച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ആദ്യത്തെ ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒരു തരി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇതാ, ഇനി നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അരയാത്ത രീതിയിലാവണ്ട. ബാച്ചസ് ആയിട്ട് അരച്ചെടുത്താൽ മതി. കാരണം ഇത് പ്രോപ്പറായിട്ട് അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പരിപ്പ് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം, ഫുള്ളായിട്ട് തന്നെ. അങ്ങനെ ഞാനിത് 3 ബാച്ചസ് ആയിട്ട് അരച്ചെടുത്ത്. അപ്പോൾ ലാസ്റ്റ് ബാച്ചും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരു തരി പോലും വെള്ളം ചേർത്തിട്ടില്ല, വീണ്ടും പറയുകയെന്ന്. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് എന്തായാലും അതിൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. നാട് വിട്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും നാട്ടിലെ പല സാധനങ്ങളും നമുക്ക് മിസ്സായി തുടങ്ങാം. അതുവരെ ഇഷ്ടമില്ലാത്ത പലതും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതും ഇപ്പോഴായിരിക്കും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് മതിയായിരിക്കും. കുറച്ച് വലിയ ജീരകവും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കിതിലേക്ക് ഉള്ളി, ഞാനിവിടെ വലിയ ഉള്ളി എടുത്തത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഓൾറെഡി നേരത്തെ ചുവന്ന മുളക് ചേർത്തത് കൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇവയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. കാരണം എല്ലാ ഏരിയാസിലേക്കും നമ്മൾ ചേർത്ത സാധനങ്ങളിൽ എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ചേർത്തെടുത്ത ശേഷം ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ നമ്മളെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീർന്നതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലപോലെ തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ മാവ്. ഓയിൽ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. എനിക്ക് പൊതുവെ ഇഷ്ടം കുറച്ചുകൂടി ചെറിയ പരിപ്പ് വടയാണ്. നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അരച്ചെടുക്കാം, ഷേപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ആദ്യം ഓയിൽ ഒന്ന് കാനൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവറ് കുറച്ച് തടിങ്ങനെയും പരത്തണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുക്കാവാൻ ടൈം എടുക്കും. അതുകൊണ്ട് നല്ല തിന്നായിട്ടുമല്ല നല്ല തടിങ്ങനെയും അല്ലാതെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഇനി നമ്മുടെ
ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമുക്കൊരു മണം കിട്ടുന്നതെന്ന് വെച്ചാല്, എനിക്ക് ഓർമ്മ എന്ന് വെച്ചാല് നമ്മളൊക്കെ +2 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു വരുമ്പോ, സ്കൂള് കഴിഞ്ഞ് നടന്നു വരുന്ന സമയത്ത് അവിടെ 1-2 തട്ടുകടയുണ്ട്. അപ്പൊ അവിടുന്ന് വരുന്ന ആ ഒരു മണം, അതാണ് എനിക്കിപ്പം ഇതിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു സെയിം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ. പൊതുവെ എനിക്ക് മെമ്മറീസ് എപ്പോഴും സ്മെല്ലിൽ നിലനിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മെല്ലെ മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വട ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഈ ഒരു വട ഉണ്ടല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നല്ല ചൂടുണ്ട്. സെയിം അകന്ന് നല്ല സോഫ്റ്റ്, പുറമെ നല്ല ക്രിസ്പിയായ വടയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ലൈക്കും ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. പിന്നെ ഇതുപോലത്തെ ഒരു വടയും കിട്ടൂല. വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. ബൈ.